മതിൽ ചാടി ഒരു പുരയിടത്തിനുള്ളിലേക്ക് കയറി. പക്ഷേ തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയുമില്ല. അവസാനം ഗേറ്റിനുള്ളിലൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചൊന്ന് നൂഴ്ന്നിറങ്ങാമെന്ന് നോക്കിയതാണ്, ഇതാ കുരുങ്ങി അവിടെ പെട്ടുപോയി. അങ്ങനെ അവസാനം ഈ ഗേറ്റിലകപ്പെട്ട തെരുവ് നായയെ രക്ഷിക്കുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് പറയാം. ഇതാണ് ആ ദൃശ്യങ്ങൾ. കണ്ണനായരുണ്ട്. കണ്ണ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ഗേറ്റിൻ്റെ ഇങ്ങനെ ഇതേപോലെയുള്ള അഴികൾക്കിടയിലൂടെ ഇങ്ങനെ തിരിഞ്ഞും ഞെരുങ്ങി ഒരു നായ കുടുങ്ങിയെന്ന്. ഇതെങ്ങനെ അതിലെ കയറിയെന്ന ആളുകൾ അത്ഭുതപ്പെട്ടാണ്. ഇതിപ്പോൾ നല്ല കഴുത്താണ് ഇട്ടിരിക്കുന്നത്. ഈ ആശാനെ എങ്ങനെ എത്ര സമയം എടുത്തു രക്ഷപ്പെടുത്താൻ? ദിവിഷേ, ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ഒരു കഥയാണ് പന്മനയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പന്മന പുത്തൻചന്തയ്ക്ക് സമീപമാണ് ഈ തെരുവുനായ അകപ്പെട്ടത്. തെരുവുനായ ശല്യം വളരെയേറെ രൂക്ഷമായിട്ടുള്ള പ്രദേശമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ സ്കൂളൊക്കെ ഉണ്ട്. ആ സ്കൂളിലൊക്കെ തന്നെയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ തെരുവുനായയുടെ ശല്യമൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഈ തെരുവുനായ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അടച്ചിട്ട വീട്, 4 സൈഡും അതിലുള്ള വീടുകളിലെ മതിൽ ചാടിക്കിടന്ന് ആ വീടിനകത്തെത്തി എന്തെങ്കിലും ഭക്ഷണ സാമഗ്രികളൊക്കെ തന്നെ കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനുശേഷം മതിൽ ചാടി തിരിച്ചു പോവുകയാണ് പതിവ്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ആ പ്രദേശത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു 8ൻ്റെ പണിയാണ് കിട്ടിയത് തന്നെ പറയാം. കാര്യം ഒരു തെരുവുനായ ഒരു വീട്ടിലേക്ക് കയറി ആ വീട്ടിൽ നിന്ന് ആ വീടിൻ്റെ പുറത്തുള്ള ഭക്ഷണ സാമഗ്രികളൊക്കെ കഴിച്ചു. അതിനുശേഷം തിരിച്ച് ഈ മതിൽ ചാടാൻ ആ തെരുവുനായയ്ക്ക് സാധിക്കുന്നില്ല. വളരെ പണിപ്പെട്ട് തെരുവുനായ ഈ മതിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചു. അത് പരാജയപ്പെട്ടതോടുകൂടിയാണ് സമീപത്തൊരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റിൻ്റെ ഇടയിലൂടെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം തെരുവുനായ നടത്തുന്നു. പക്ഷേ അത് പെട്ടുപോയി എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. തെരുവുനായയുടെ ആ തല ഈ ഇരുമ്പ് ഈ ഗേറ്റിനുള്ളിൽ തന്നെ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ്. അത് പല തവണ ആ തല പുറത്തേക്ക് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അകത്തേക്ക് ആ ഗേറ്റിന് ആ കള്ളിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതോറും അത് വീണ്ടും ആ കെണിയിൽ അകപ്പെടുന്ന ഒരവസ്ഥയാണ്. പിന്നീട് നാട്ടുകാർ ഈ തെരുവുനായയുടെ കുര കേട്ടുകൊണ്ട് നാട്ടുകാർ ഇടപെട്ടു. നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴും ആ തെരുവുനായ വളരെ ഭയപ്പെട്ട് കുരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അതിനെ ഒരു അന്വയിപ്പിച്ച് 10 മിനിറ്റ് കൊണ്ട് ആ സമീപത്തെ ഇരുമ്പ് കമ്പികൾ മാറ്റി. ഈ ഫയർഫോഴ്സുകാർക്ക് എന്തൊക്കെ ജോലികളാണ് എന്ന് അല്ലേ പലപ്പോഴും നമ്മളിപ്പോൾ ഇത് കാണുന്നുണ്ട്. അവർക്ക് സ്ഥിരമായി ഇത്തരം രക്ഷാദൗത്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. ശരി കണ.